നമസ്കാരം. ട്രംപിന് നേരെ 8 റൗണ്ട് വെടിയുതിർത്തും. അതായത് ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി, ശക്തനായ രാജ്യത്തിന്റെ ഏറ്റവും സൈനിക ശക്തി കൊണ്ട് ലോകത്തെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ വേണ്ടി ഒരാള് 8 റൗണ്ട് വെടിവെച്ചു. അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ചു കയറി. അത് ഹോട്ടലിലാണെന്ന് പറയുന്നുണ്ട്, വൈറ്റ് ഹൗസിലാണെന്ന് പറയുന്നുണ്ട്. രണ്ട് വാർത്തകളും വരുന്നുണ്ട്. വൈറ്റ് ഹൗസിന്റെ ഉള്ളിലായാലും ഹോട്ടലിലായാലും എവിടെയായാലും നമ്മുടെ ഇന്ത്യയിൽ ട്രംപ് വരുമ്പോൾ അവസ്ഥ നമുക്കറിയാലോ. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം സംരക്ഷിക്കുന്ന വലിയൊരു വിങ്ങുണ്ട്. ഇന്ത്യ എന്ന ഒരു രാജ്യം ചെറിയ രാജ്യമൊന്നുമല്ല. ആ രാജ്യത്തിന്റെ പരമോന്നത അധികാരികളെ മുഴുവൻ സംരക്ഷിക്കുന്ന, അതിനെയൊക്കെ ട്രംപിന്റെ എന്താ പറയാ, സെക്യൂരിറ്റിന്റെ പിന്നിൽ ആണ് നിർത്തുക. അതങ്ങനെയാണ്. ലോകത്തെ ഒന്നാം നമ്പർ രാജ്യമായതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ പ്രസിഡന്റ് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പിന്നാലെ നിന്നാ മതി എന്നൊരു നിലപാടാണ് അവർക്ക്. അത്രയും സൂക്ഷ്മത പാലിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ്, ആ പ്രസിഡന്റിന്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട്, അങ്ങനെ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ അതിനെയൊക്കെ പൊളിച്ചിട്ടുകൊണ്ട് ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് 8 റൗണ്ട് വെടിവെക്കുന്നു. ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഈ കഥ ഇങ്ങനെ വിശ്വസിക്കാൻ. ഞാനിതിനെ മറ്റൊരു വശമാണ് ചിന്തിക്കുന്നത്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ട്രംപിന് ഈ യുദ്ധം നീട്ടിയേ പറ്റൂ. അതിന് ഏത് കളിയും, ഏത് നാറിയ കളിയും കളിക്കുമെന്ന്. ആ നാറിയ കളിയാണ് ഇത് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതായത് സുരക്ഷിതത്വത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു സംവിധാനത്തെ തുളച്ചുകൊണ്ട് ആയുധധാരിയായ ഒരാൾ ട്രംപിന്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ നിന്ന് 8 റൗണ്ട് വെടിവെക്കുന്നു. ആ 8 റൗണ്ട് വെടിവെച്ച അക്രമിയെ അവിടെ അമേരിക്കൻ പോലീസ് വെടിവെച്ച് കൊല്ലുന്നു. കൊന്നതോടുകൂടി തീർന്നു. പിന്നെ എന്താണ് ഇതിന്റെ കഥയെന്ന് ആരും അറിയില്ലല്ലോ. സത്യത്തിൽ ഈ അക്രമി വെച്ച 8 വെടി, ആ 8 വെടിയിൽ ഒരു വെടി പോലും ആർക്കും കൊണ്ടില്ല, ആർക്കും പരിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെയാണ് അത്ഭുതം. യൂട്യൂബേഴ്സും മറ്റ് യാത്രികരും, എന്തിന് സന്തോഷ് ജോർജ് കുളങ്ങര അടക്കം വൈറ്റ് ഹൗസിന്റെ ആ പരിസരത്ത് നിന്നുകൊണ്ട് വീഡിയോ എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതിന്റെ പരിസരത്ത് നിന്നുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റില്ല. ഒരിക്കലും സന്തോഷ് അതുവഴി പോയ സമയത്ത് അവിടെ സൂക്ഷ്മമായി വീഡിയോ എടുത്തപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി പിടിച്ചവിടെ വെച്ചു എന്നൊക്കെ പറഞ്ഞ് കഥകൾ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് സുരക്ഷിതത്വമുള്ള ഒരു മേഖലയിലേക്ക് ഒരാൾ കടന്നു കയറുക, അത് തോക്കുകളും കൊണ്ട്, ആയുധങ്ങളും കൊണ്ട് കടന്നു കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് നമ്മൾ വിശ്വസിക്കണ്ടേ? ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന, ഇവിടെ ഈ 28 വരെയാണ് ഇറാനുമായി അമേരിക്കയ്ക്ക്, അതായത് ട്രംപിന് യുദ്ധം ചെയ്യാൻ അനുമതിയുള്ളത്. 28-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ എല്ലാം വാരികെട്ടി, അതായത് യുദ്ധസാമഗ്രികളെല്ലാം വാരികെട്ടി പടയാളികളെല്ലാം തൂക്കിയെടുത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നേരെ അമേരിക്കയ്ക്ക് എത്തിക്കോണം. വേറെ ഒരു പരിപാടിയില്ല. ഒരു മിസൈൽ, ഒരു പൊട്ടാസ് പോലും പിന്നെ പൊട്ടിക്കാൻ പറ്റൂല. എന്നാൽ അതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 11 പോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവം നടക്കണം. കാരണം ട്രംപ് ഇവിടെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഇതെപ്പോ അങ്ങ് തീർത്തുകളെന്നാ കരുതിയിരുന്നേ. ഒന്നാമത്തെ കാര്യം ഇറാന്റെ പ്രതിരോധവും, രണ്ടാമത്തത് ഇറാന്റെ മേലെ ഉണ്ടായിരുന്ന ഉപരോധം. ഈ ഇറാന്റെ പ്രതിരോധം എത്രത്തോളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇറാനെ ഉപരോധിച്ചിരുന്ന അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ളവർ അറിഞ്ഞില്ല. അത് അവരുടെ കഴിവുകേട്. ഏതായാലും ആ ഉപരോധ കാലത്ത് ഇവരെ പ്രതിരോധിക്കാൻ ആവശ്യമായ, ഒരുപക്ഷെ അവരുടെ മേൽ വിജയം വരിക്കാൻ ആവശ്യമായ ശക്തി, സൈനിക ശക്തി ഇറാൻ ആർജിച്ചിട്ടുണ്ട്. അതിനുള്ള സാങ്കേതിക വിദ്യ ഇറാനുണ്ട്. മറ്റുള്ളവർ അതുവരെ സഹായിക്കുന്നുണ്ട് എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായത് 1 മാസത്തിന് ശേഷം. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇറാന്റെ മുഴുവൻ ഭരണാധികാരികളെ കൊന്നു കളഞ്ഞപ്പോ പരമാവധി 7 ദിവസം കൊണ്ട് ഇറാൻ അമേരിക്കയുടെ കയ്യിലിരിക്കുമെന്നാണ് ലോകം പോലും വിധി എഴുതിയത്. പക്ഷെ ഇറാൻ മാത്രം അത് അംഗീകരിച്ചു കൊടുത്തില്ല. 2 മാസം കഴിഞ്ഞപ്പോ ഇറാൻ എവിടെയാണോ ഈ യുദ്ധത്തിന്റെ തുടക്ക സമയത്ത് നിന്നത്, അതേ നിലപാടിലും അതേ സ്ഥലത്തും തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ശക്തി, ആയുധങ്ങളുടെ കാര്യത്തിൽ, പ്രതിരോധ ആയുധങ്ങളുടെ തലമെടുക്കുകയാണെങ്കിൽ പകുതിയോളം കുറഞ്ഞു കഴിഞ്ഞു. സൈനിക വിജയമാകട്ടെ നേടിയതുമില്ല. പ്രധാന ഉദ്ദേശം ഇറാന്റെ എണ്ണയും അതുപോലെ യുറേനിയവുമായിരുന്നു. ഇത് രണ്ടും കിട്ടിയില്ല. യുറേനിയം അടിച്ചു മാറ്റിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാന്നാണ് കരുതിയത്. അതും നടന്നില്ല. ഇതൊന്നും നടന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേലിനെ ഉപയോഗിച്ച് അമേരിക്ക ഇറാന്റെ യുറേനിയം അടിച്ചു മാറ്റാനും ഇറാന്റെ എണ്ണയിന്മേലുള്ള അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും ലഭിക്കാതെ തിരിച്ചു നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനത് ചീത്തപ്പേരാണ്. അതുകൊണ്ട് ഒരു പേര് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി യുദ്ധം നേടണം. അതുകൊണ്ട് ഇതുവരെ ചെയ്തതിലും കടുത്ത നിലപാടുകൾ, കടുത്ത നടപടികൾ എടുത്തുകൊണ്ട് ഇറാനെ
എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈയും കാലും പിടിച്ച് ചർച്ചകൾ നടത്തി തങ്ങൾക്ക് അനുകൂലമായി എല്ലാം വന്നൊന്ന് ലോകത്തെ ധരിപ്പിക്കാനെങ്കിലും, നാണക്കേടിൽ നിന്ന് ട്രംപിന് കരകയറാനെങ്കിലും ഈ യുദ്ധ കാലാവധി നീണ്ടുപോകണം. ഇവിടെ ഒരു പ്രധാന പ്രശ്നം 28-ാം തീയതി വരെയാണ് ട്രംപിന് അനുമതിയുള്ളത്. 30-ാം തീയതി വരെ പരമാവധി പോകാൻ പറ്റും. അതിനുശേഷം എല്ലാം വാരിക്കെട്ടി പോകണം എന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 11 പോലെയുള്ള എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഇവിടെ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിലാണ് ട്രംപിന് യുദ്ധം നീട്ടാൻ പറ്റുക. ഇവിടെ ലോകത്തെ 1-ാം നമ്പർ ശക്തിയായിട്ടുള്ള സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിന്റെ ജീവൻ അപകടത്തിലാക്കും വിധം പെരുമാറാൻ തക്കവണ്ണമുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി, അഥവാ ഇറാൻ ഒരു ഭീകര രാജ്യമാണ്, അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ്, അമേരിക്കയ്ക്കും അമേരിക്കൻ പ്രസിഡന്റിനും ഇറാൻ ഒരു ഭീഷണിയാണ് എന്ന് ലോകത്തെ കാണിക്കാനോ അല്ലെങ്കിൽ അമേരിക്കൻ പാർലമെന്റിനെ അറിയിക്കാനോ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നാടകം, ഒരു വെടിവെപ്പ് നാടകം നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രംപിന്റെ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കിയാൽ മതി. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധം തുടരേണ്ടത്, ഇറാനുമായുള്ള യുദ്ധം തുടരേണ്ടത്, അല്ലെങ്കിൽ ഇറാനുമായി ഒന്ന് കരാറിലെത്തേണ്ടത്, രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനമാകേണ്ടത് ട്രംപിന്റെ ആവശ്യമാണ്, ഇത് ഇറാന്റെ ആവശ്യമല്ല. മാത്രമല്ല ഇവിടെ ഇറാൻ ഇതൊന്നും ബാധകമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വരുന്ന 28-30-ാം തീയതിക്ക് ശേഷം ഒരു ഇലയനക്കാൻ കഴിയുകയില്ല. പക്ഷേ ഇറാൻ ആകട്ടെ അമേരിക്കന്റെ താവളങ്ങളിലേക്കും വേണ്ടി വന്നാൽ ഇസ്രായേലിലേക്കും അടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും അമേരിക്ക മിണ്ടാതിരിക്കേണ്ടി വരും. അതാണ് നിലവിലുള്ള അവസ്ഥ. കാരണം ഇറാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയല്ല, നേരിട്ട് അവരുടെ മെയിൻലാൻഡിന് ഒരു ഭീഷണിയല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇറാൻ അമേരിക്കയുടെ മെയിൻലാൻഡിൽ കയറി അമേരിക്കൻ പ്രസിഡന്റിനെ വകവരുത്താൻ ശ്രമിക്കുന്ന വിധത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ. സെപ്റ്റംബർ 11 നമുക്കറിയാലോ. സെപ്റ്റംബർ 11 അമേരിക്കയുടെ വിമാനങ്ങൾ തട്ടിയെടുത്ത് പെന്റഗണിലും അതുപോലെ ഇരട്ട ഗോപുരങ്ങളിലും ഒക്കെ ഇടിച്ചു കയറ്റി വലിയ ദുരന്തം, വലിയ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് അൽഖ്വയ്ദ, അതായത് ബിൻ ലാദനെയൊക്കെ പൂട്ടാൻ വേണ്ടി നിയമം മാറ്റി എഴുതി അൺലിമിറ്റഡ് വാർ, എത്ര നേരമാണെങ്കിലും എത്ര നാൾ വേണമെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം ചെയ്യാന്നുള്ള നിയമം പാസ്സാക്കി എടുത്തത്. ആ നിയമം മാത്രമാണ് ഇനി ട്രംപിന് രക്ഷ. അത് ഇവിടെ എടുത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനും അമേരിക്കയ്ക്കും ഇറാൻ ഒരു ഭീഷണിയാണ് എന്ന് തെളിയണം. അതുകൊണ്ടാണ് അമേരിക്കയിൽ തന്നെ ഒരു ഭീകരവാദിയെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളെ ഒക്കെ മറികടന്ന് ആയുധങ്ങളുമായി ട്രംപിന്റെ വാതിക്കലെത്തിയ, ട്രംപിന്റെ അടുത്തേക്ക് എത്തിയ അക്രമി 8 റൗണ്ട് വെടിവെച്ചിട്ടും ഏതെങ്കിലും ഒരു വെടി അവിടെ നിന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കൊണ്ടിട്ടില്ല. അതായത് 8 റൗണ്ട് അക്രമി വെടിവെച്ചു എന്ന് പറയുന്നത് ഒരു വെടി പോലും ആരെയും പരിക്കേൽപ്പിച്ചിട്ടില്ല. അതിനർത്ഥം എന്താണ്? ഒന്നുകിൽ ഈ വെടിവെപ്പ് എന്ന് പറയുന്നത് ഒരു നാടകമാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ടുള്ള അതിഥികളായിട്ടുള്ള ആരെങ്കിലും, അതല്ലെങ്കിൽ അവരുടെ പട്ടാളക്കാരായിട്ടുള്ള തന്നെ ആരെങ്കിലും, അതുമല്ല എന്നുണ്ടെങ്കിൽ ട്രംപ് ആരെങ്കിലും വിലകെട്ടി എടുത്തിട്ടുണ്ടാകും. അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വെടിവെച്ച് അവരെ ഒരു കരുവാക്കിക്കൊണ്ട് അമേരിക്ക അതേ ഭീകരവാദികളുടെ ഭീഷണിയിലാണ്, പ്രത്യേകിച്ച് ഇറാന്റെ ഭീഷണിയിലാണ്. അതുകൊണ്ട് ഇറാനുമായി യുദ്ധം തുടരേണ്ടത് ആവശ്യമാണ് എന്ന് പാർലമെന്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് മനഃപൂർവ്വം നടത്തിയിട്ടുള്ള ഒരു നാടകമാണ് എന്ന് വേണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അമ്പയെ പരാജയപ്പെട്ട് പാകപ്പഴയുള്ളതാണ് എന്ന് കരുതേണ്ടി വരും. കാരണം 2 ചെറിയ തോക്കും കൊണ്ട് ഒരാൾക്ക് കയറി പ്രസിഡന്റിനെ വെടിവെക്കാൻ അടുത്ത് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ അമേരിക്കൻ പ്രതിരോധ സംവിധാനം കൊണ്ട് എന്താണ് കാര്യമുള്ളത്? Different angles. Don't forget to subscribe and support this channel.